ലോകമെമ്പാടും വേൾഡ് ആൻറ്റിമൈക്രോബിയൽ അവെയർനെസ് വീക്ക് ആഘോഷിക്കുകയാണ് നവംബർ 24 വരെ. എന്താണ് ഈ ആൻറ്റിബയോട്ടിക്കുകൾ? നമ്മൾക്ക് അസുഖം വരുമ്പോൾ പ്രധാനമായി നമ്മൾക്ക് അസുഖമുണ്ടാക്കുന്ന അണുക്കളാണ് ബാക്ടീരിയകൾ. ഈ ബാക്ടീരിയകളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മരുന്നാണ് ആൻറ്റിബയോട്ടിക്കുകൾ. അലക്സാണ്ടർ ഫ്ലെമിംഗ് വേൾഡ് വാർ 2 സമയത്ത് കണ്ടുപിടിച്ച ഏറ്റവും അത്ഭുതകരമായ ഒരു മരുന്നാണ് പെനിസിലിൻ. പെനിസിലിനാണ് നമ്മൾക്ക് ആദ്യത്തെ ആൻറ്റിബയോട്ടിക്. വേൾഡ് വാർ 2 ഏറ്റവും കൂടുതൽ ആളുകളുടെ ജീവൻ രക്ഷിച്ചത് പെനിസിലിനാണ്. പക്ഷേ എല്ലാം എന്നതുപോലെ തന്നെ മനുഷ്യരാശി കൃത്യമായി ഈ മരുന്ന് ഉപയോഗിക്കാത്തത് കാരണം, ക്രമാതീതമായി ഇത് ഉപയോഗിച്ചതും കാരണം എല്ലാവർക്കും ഈ ആൻറ്റിബയോട്ടിക് മരുന്ന് കൊടുത്തത് വഴി ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാവുകയുണ്ടായി. തുടർന്ന് പെനിസിലിൻ കൊടുത്താൽ അണുക്കൾ ചത്തുപോകാതെയായി. ഈ ഒരു സാഹചര്യത്തിൽ പുതിയ ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ കണ്ടുപിടിച്ചു. പുതിയ ആൻറ്റിബയോട്ടിക്കുകളും ക്രമാതീതമായി ഉപയോഗിച്ചു. ഈ ആൻറ്റിബയോട്ടിക്കുകളും പതുക്കെ വർക്ക് ചെയ്യാതെയായി. ഈ ഒരു അവസരത്തിൽ ലോകമെമ്പാടുമുള്ള വൈദ്യശാസ്ത്ര സൊസൈറ്റികൾ ഒരുമിച്ച് കൂടുകയും വേൾഡ് ആൻറ്റിമൈക്രോബിയൽ അവെയർനെസ് ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുകയും അതിൻ്റെ ഗൈഡ് ലൈൻസും അതിനെ തുടർന്നുള്ള ചികിത്സാ വിധികളും ലോകത്തിന് ഒട്ടുക്കും പകർന്നു കൊടുക്കുകയുണ്ടായി. ഇതിൻ്റെ ഭാഗമായി ആണ് നമ്മൾ ഈ ആഴ്ച ആഘോഷിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിത് ആഘോഷിക്കുന്നത്? പലപ്പോഴും നമുക്കറിയാം, നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ കൃത്യമായി ഉപയോഗിക്കത്തില്ല. ഒന്നെങ്കിൽ നമ്മൾ അത് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ ഇടയിൽ വെച്ച് നിർത്തും, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയ ആൻറ്റിബയോട്ടിക്കുകൾ ചിലപ്പോൾ നമ്മളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാൻ നോക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഡോക്ടറോട് ചോദിക്കാതെ മരുന്ന് കടയിൽ പോയി കുറച്ച് ആൻറ്റിബയോട്ടിക് തരൂ, എനിക്ക് പനിയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗങ്ങളല്ല. ഇതെല്ലാം തന്നെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാക്കാം. ഇങ്ങനെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടായാൽ നമുക്ക് തന്നെ ഫ്യൂച്ചറിൽ ഒരു അസുഖം വരുന്ന സമയത്ത് മര്യാദക്ക് ഒരു മരുന്ന് കഴിച്ച് അസുഖം മാറാനുള്ള സാധ്യതകൾ കുറയും. അതുകൂടാണ്ട് നമ്മളുടെ വരും തലമുറയ്ക്കും ഈ ആൻറ്റിബയോട്ടിക് എന്നുള്ള ഔഷധത്തിൻ്റെ ഗുണം കിട്ടാതെ ആവുകയും ചെയ്യും. ഇതെല്ലാം കൊണ്ട് തന്നെ നമ്മളെല്ലാം സ്വയം ഒരു ദൃഢപ്രതിജ്ഞ എടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇത്.